ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണസ കുണസയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2 ടൈപ്പ് ബജ്ജിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മുളക് ബജ്ജിയും പിന്നെ ഒന്ന് സവാള ബജ്ജിയും. ഇതിനു വേണ്ടി നമ്മൾ ശക്തിയിലെ ബജ്ജി ബോണ്ട പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഈ ബജ്ജി ബോണ്ട പൗഡറിൽ എല്ലാം ഇൻക്ലൂഡാണ്. കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ബേക്കിംഗ് സോഡ, ഫ്ലോറിംഗ് ഏജൻറ്റ്, ഇതെല്ലാം സെറ്റാണ്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണിത്. ഇതിലേക്ക് 150 ml വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വെച്ച നമ്മുടെ മാവ് നമ്മളൊരു വശത്തേക്ക് മാറ്റി വയ്ക്കുക. ശേഷം മുളക് ഇതുപോലെ എടുത്ത് നല്ല രീതിയിൽ കീറിലിട്ട് കൊടുക്കുക. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് അതിൽ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ മുളക് മാവിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത മുളക് ഓരോന്നായി സാവധാനം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നല്ല രീതിയിൽ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തെ വശം മൊരിയാനായിട്ട് മറച്ചിടാം. ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ സവാള ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സവാള വട്ടത്തിൽ എരിഞ്ഞിട്ട് അത് ഈ സെയിം മാവിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാള ബജ്ജിയും റെഡി ആയിരിക്കുകയാണ്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കണസ.